ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 തീയതിയാണ്. ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1:55 പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കാലം ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യർക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാവം കൂടി ചേരുന്ന മേടക്കൂറുകാർക്ക് പുതുവർഷ പിറവിയിൽ നോക്കുന്ന സമയത്ത് ഗുണവും ദോഷവും കലർന്ന ഒരു വർഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഗുണദോഷ മിശ്രം എന്ന് തന്നെ പറയാം. ഗുണവും ദോഷവും കൂടി വരുന്ന കാര്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയം തന്നെയാണ് കാണുന്നത്. നിലവാരങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ഗുണനിലവാരം, അവനവന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും അവനവന്റെ സ്വന്തം നിലം മറന്നുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു മാർഗങ്ങളും സ്വയമേന വരുവാനുള്ള സാധ്യതയുണ്ട്. വസ്ത്ര ലാഭവും വാഹന ലാഭവും ഈ വർഷത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാഫല്യത്തിൽ വരുന്ന ഒരു വർഷമായിട്ട് കൂടിയാണ് ഈ പുതുവർഷത്തിനെ കാണുന്നത്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി കുറെ പ്രയത്നങ്ങൾ എടുത്തിട്ട് നടക്കാതെ ഇരുന്ന കാര്യങ്ങൾ പലതും നടക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ബന്ധു സമൂഹങ്ങളായിട്ട് നല്ല ഉചിതപരമായിട്ടുള്ള പെരുമാറ്റ രീതിയും സംഭവിക്കാനുള്ള സാധ്യതയും ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയിൽ തരപ്പെട്ട് വിദേശത്തിൽ നിന്നും വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ തേടിയിരിക്കുന്നവർക്കും അനുകൂല സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ അലോസരപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തു പോകാനുള്ള വഴിയും കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ മന്ദത ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കാരണം തൊഴിലിൽ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. പൊതുവെ ഇവർക്ക് മേടക്കൂറാണ് എന്ന് പറയുന്നത്. മേടക്കൂറുകാർക്ക് പൊതുവെ പുതുവർഷ ലെവലിൽ നോക്കുമ്പോൾ ഗുണകരമാണ്. എന്നിരുന്നാലും അവരുടെ ഗ്രഹസ്ഥിതി എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി തൊഴിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ അനാവശ്യപരമായിട്ടുള്ള ചെലവുകൾ അധികം മുടക്കാതിരിക്കുക. അഥവാ മുടക്കുകയാണെങ്കിൽ ജാതകങ്ങളെല്ലാം നല്ലപോലെ പരിശോധിച്ചതിന് ശേഷം മുടക്കുന്നതായിരിക്കും ഉത്തമമായിട്ട് വരാനുള്ള കാര്യങ്ങൾ. അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും പുരോഗമനമാണ് കാണുന്നത്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നിയമസാധ്യതയും നിയമപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിയമക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർക്കും മോചനം നേടുവാനുള്ള സാധ്യതയും സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഗുണമേന്മ വരുവാനുള്ള സാധ്യതയും ഈ പുതുവർഷ പിറവിയിൽ മേടക്കൂറുകാർ കാണുന്നുണ്ട്. നമസ്കാരം.